സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്. സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ പുതിയ കെട്ടിട നിർമ്മാണം അന്തിമഘട്ടത്തിൽ. കിഫ്ബിയിൽ നിന്നും 1,30,00,000 രൂപ ചിലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മുഹസിൻ MLA നേതൃത്വത്തിൽ സ്കൂളിൽ സന്ദർശനം നടത്തി പ്രവർത്തികൾ വിലയിരുത്തി. ചൂരക്കോട് സ്ഥിതി ചെയ്യുന്ന വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പുതിയ കെട്ടിട നിർമ്മാണം പുരോഗമിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 1,30,00,000 രൂപ ചിലവഴിച്ചുകൊണ്ടാണ് കെട്ടിട നിർമ്മാണം. പ്രവർത്തികൾ വിലയിരുത്താൻ മുഹമ്മദ് മുഹസിൻ MLAയും തദ്ദേശ സാരഥികളും പദ്ധതി പ്രദേശം സന്ദർശിച്ചു. അടുത്ത അധ്യയന വർഷത്തോടുകൂടി കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കി തുറന്നുകൊടുക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് MLA പറഞ്ഞു. വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇവിടെ ഒരു കെട്ടിടം നേരത്തെ കിഫ്ബി മുഖാന്തരം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. 1 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ അനുവദിച്ചത്. എന്നാൽ ഇവിടെ ഇതിൻ്റെ ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ട് വലിയ പാറകളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ കെട്ടിടം നിർമ്മാണം മുന്നോട്ട് പോകാൻ ചില തടസ്സങ്ങൾ നേരിട്ടിരുന്നു. ആ തടസ്സങ്ങളെല്ലാം മാറ്റി അഡീഷണൽ ആയിട്ട് സർക്കാർ ഫണ്ട് അനുവദിച്ച് ഏതാണ്ട് 1,30,00,000 രൂപ. അതിനുശേഷമാണ് ഈ വർക്ക് ആരംഭിച്ചത്. വളരെ നന്നായി ഈ വർക്ക് പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 2 മാസം കൊണ്ട് ഇത് പൂർത്തീകരിച്ച് സ്കൂളിന് തുറന്നു കൊടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കെല്ലിൻ്റെ മേൽനോട്ടത്തിൽ LSTD ആണ് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയാം കിഫ്ബിയാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും വിദ്യാകിരണം പദ്ധതിയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതേറെ പ്രയോജനം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ കൂടെ നേരത്തെ ഇവിടെ ആവശ്യപ്പെട്ട MLA ഫണ്ടിൽ കുട്ടികൾക്കുള്ള ഒരു ബസ് ഈ സ്കൂളിന് അനുവദിച്ചിരുന്നു. ഇവിടെ കമ്പ്യൂട്ടറും അനുബന്ധ സൗകര്യങ്ങളുമൊക്കെ നേരത്തെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് വളരെ നല്ല മികച്ച ഒരു വിദ്യാലയമാക്കി ഇത് മാറ്റിയെടുക്കുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. 5000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 2 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൽ 8 ക്ലാസ് മുറികളാണ് സജ്ജമാക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് NK അബ്ദുൽ ലത്തീഫ്, സ്കൂൾ പ്രിൻസിപ്പൽ അർമിയ മുഹമ്മദ് നസീം, PTA പ്രസിഡന്റ് ഹക്കീം ചൂരക്കോട്, മറ്റ് സ്കൂൾ അധികൃതർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.